വീണ്ടും നമ്മുടെ ഫാബ്ലൻസിൻ്റെ ഇൻ ഹൗസ് പ്രൊഡക്ട്സ് അഭിമാനപൂർവ്വം കാഴ്ചവെക്കുന്നു എന്ന് പറയല്ലേ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ കാന്ത കോട്ടൻ്റെ റെസ്പോൺസ് നല്ലതായിരുന്നു. അതിൻ്റെ ഒന്നും ആയിട്ടില്ല കേട്ടോ, പ്രൊഡക്ഷനൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ ജൂലൈ ഫസ്റ്റ് വീക്കോടുകൂടി ഡിസ്പാച്ച് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് 2-3 ഡേയ്സ് വരുന്നുള്ളിൽ മാക്സിമം ഓർഡേഴ്സ് നിങ്ങൾ എത്രയും പെട്ടെന്ന് പ്ലേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡെയിലി വെയറിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കംഫർട്ടബിളായി വെയർ ചെയ്യാൻ പറ്റുന്ന ക്യാമ്പ്രിക് കോട്ടണിൽ വരുന്ന 2 പീസ് സെറ്റാണെന്ന് കാണിക്കുന്നത്. അതങ്ങനെ വരുന്നു. അപ്പോൾ ഞാൻ മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാനത് ഓരോന്നായിട്ട് കാണിക്കുമ്പോൾ അപ്പോൾ പറഞ്ഞുതരാം. അതിന് മുമ്പ് എൻ്റെ ഡ്യൂട്ടിയിലേക്ക് കിടക്കട്ടെ. നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യണ്ടേ? എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ, സ്വാഗതം ഫാബ്ലൻസ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക്. ഞാൻ ലിജി. നമ്മുടെ ചാനൽ ഫാബ്ലൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ റണ്ണിങ് മെറ്റീരിയൽ വേണ്ടവരാണെങ്കിൽ അത് കാണുക, പിന്നെ റെഡിമെയ്ഡ് വേണ്ടവരാണെങ്കിൽ ഇത് നോക്കുക. പക്ഷേ എല്ലാ വീഡിയോയും കാണണം വാങ്ങിയില്ലെങ്കിലും. പിന്നെ ചുരിദാർ മെറ്റീരിയൽസ് വരുന്നുണ്ട്, അത് നോക്കുക. അപ്പോൾ ഒരുപാട് വെറൈറ്റീസ്, പിന്നെ സാരീസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ എല്ലാം കിട്ടുന്നുവെന്ന് ഉറപ്പുവരുത്തണേ. ഇത് നമുക്ക് ഓരോരോ സെറ്റായിട്ട് കണ്ടു തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് സെറ്റ് ഇതാ ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് തന്നെയാണ് വരുന്നത്. ഇങ്ങനെ വരുന്നു. ക്യാമ്പ്രിക് കോട്ടൺ ആണ് മെറ്റീരിയൽ. ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സ്ലിറ്റഡ് പാറ്റേണിലാണ് ഇങ്ങനെ വരുന്നു. നമുക്ക് ഉപയോഗിക്കാനൊക്കെ വളരെയധികം കംഫർട്ടബിളായ മെറ്റീരിയൽ. നിങ്ങൾക്ക് അറിയാലോ ക്യാമ്പ്രിക് കോട്ടൺ. ബോട്ടത്തിൻ്റെ പാൻറ്റിൻ്റെ സൈഡ് റൈറ്റ് സൈഡിൽ പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ 40 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. ഞാൻ ഇവിടെ ജസ്റ്റ് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ, ഒരു ആങ്കിൾ ലെങ്ത്തിൻ്റെ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഇതെങ്ങനെ വരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു വളരെ കംഫർട്ടബിളായിട്ട് വരും. നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ ആയതുകൊണ്ടേ അതിൻ്റെ ഒരു കറക്റ്റ് നിങ്ങൾക്ക് ഇനിയിപ്പോൾ സ്ലൈറ്റ് സൈസിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ലൂസാക്കാനൊക്കെ ഉള്ള സ്കോപ്പ് ഉണ്ട്. ഇതിൽ 1 ഇഞ്ചോളം ഗ്യാപ്പ് ഉണ്ട്. 2 സൈഡിലും വരുന്നുണ്ട്. 1 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് വരുന്നത്. ഭംഗിയുള്ളൊരു കോളർ നെക്ക് പാറ്റേൺ. നിങ്ങൾക്കറിയാം നമ്മുടെ വീഡിയോ റെഗുലറായിട്ട് കാണുമ്പോൾ ഞാൻ നോർമലി വൈഡ് നെക്ക് വളരെയധികം യൂസ് ചെയ്യുന്ന ആളാണ്. വൈഡ് നെക്കായിട്ട് എനിക്ക് കൂടുതൽ. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കോളർ നെക്കും യൂസ് ചെയ്യാറുണ്ട്. അതായത് നമ്മുടെ സാഹചര്യം അനുസരിച്ച് നമുക്കിപ്പോൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഈ കോളർ നെക്ക് വളരെ കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ ഇതിൽ നല്ല ഭംഗിയുള്ളൊരു എന്നാൽ അത്രയും അങ്ങോട്ട് കുടുങ്ങി കിടക്കാത്ത നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള കോളർ നെക്കാണ് വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വേറെ ചെയ്തിരിക്കുന്ന സൈസ് XL ആണ്. അപ്പോൾ S2 XXL സൈസ് വരെ നോർമൽ നമ്മൾ പ്രൊഡക്ഷൻ നടക്കുന്നത്. ഇനി പ്ലസ് സൈസ് വേണ്ടവർക്കും അതിനനുസരിച്ച് ചെയ്ത് തരും. പ്ലസ് സൈസ് ചെയ്യുമ്പോൾ റേറ്റിൽ കുറച്ച് വേരിയേഷൻ ഉണ്ട്, അത് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു 2 പീസ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് റെഡി ടു വെയർ ആയിട്ട് വരുന്ന ടോപ്പ് ബോട്ടം വിത്ത് ലൈനിങ് ചെയ്തിരിക്കുന്ന ടോപ്പ് 980 റുപ്പീസ്, 980 രൂപയാണ് വരുന്നത് സെറ്റിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഫിനിഷിംഗ് ഉള്ള വർക്കാണ്. നിങ്ങൾക്കറിയാം, അത് നമ്മുടെ കസ്റ്റമൈസ് സ്റ്റിച്ചിങ്ങിൻ്റെ അതേ പാറ്റേണിൽ റെഡിമെയ്ഡ് ചെയ്യുന്നതാണ് നമ്മൾ. അപ്പോൾ ഇനി നിങ്ങൾക്ക് കുറേ പേര് നമ്മൾ ഒരു നെക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ കുറച്ചുകൂടെ ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്ലൈറ്റ് വേരിയേഷൻസ് നെക്കിൽ വേണമെങ്കിൽ അത് നമ്മൾ ചെയ്തു തരാം. പക്ഷേ മെസ്സേജ് കറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കണം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇനി കോളർ വേണ്ട എന്നുള്ളവർക്കാണെങ്കിൽ വേറെ ഒരുപാട് മോഡലിലേക്കൊന്നും പോകരുത്. ജസ്റ്റ് സിമ്പിളായിട്ട് റൗണ്ട് സ്ക്വയർ അങ്ങനെ എന്തെങ്കിലും ആക്കണമെങ്കിൽ പറഞ്ഞാൽ, കാരണം നെക്ക് പിന്നീട് ക്യാൻവാസിൽ കട്ട് ചെയ്യുക ചെയ്ത് മെറ്റീരിയൽ മെയിൻ കട്ടിങ് മെഷീൻ കട്ടിങ് കഴിഞ്ഞിട്ട്. അപ്പോൾ അതിന് ആ ഒരു സൗകര്യം കൂടെ ചെയ്തു തരാം. അതിന് ഇപ്പോഴത്തെ ഇതിൽ അപ്പോൾ നമുക്ക് പിന്നീട് നമുക്ക് നോക്കാം. അതിൽ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്തു തരാൻ പറ്റുകയാണെങ്കിൽ പിന്നെ അതല്ലേ നല്ലത്. അങ്ങനെ നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കളർ വരുന്നതിൽ. ഇതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് പറയാനില്ലല്ലോ. ഇതായിരുന്നു ഫസ്റ്റ് സെറ്റ്. ഇങ്ങനെ വരുന്നു ക്യാമ്പ്രിക് കോട്ടണിൽ 980. കസ്റ്റമൈസ് സ്റ്റിച്ചിങ്ങിൻ്റെ അതേ പെർഫെക്ഷനിൽ വരുന്ന റെഡിമെയ്ഡ്സ്. ഇതാ നെക്സ്റ്റ് ബ്ലാക്ക് കളറിൽ ഇങ്ങനെ വരുന്നു. ക്യാമ്പ്രിക് കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത്. ക്യാമ്പ്രിക് കോട്ടണിൽ നമ്മുടെ 2 പീസ് ഇങ്ങനെ വരുന്നു. സ്ലിറ്റഡ് പാറ്റേൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ് XL ആണ്. ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് 46 ഇഞ്ചാണ്. ബോട്ടം വരുന്നത് 40 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ആങ്കിൾ ലെങ്ത്തിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ 37, 38 ഒക്കെ ആയിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അത് പറഞ്ഞാൽ മതി. അപ്പോൾ മെസ്സേജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സൈസ് എക്സാക്റ്റ് വേണ്ട സൈസ് കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് പറയണം കേട്ടോ. 980 റുപ്പീസാണ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത്. ഇങ്ങനെ വരുന്നത്. നെക്സ്റ്റ് കളർ ഇതാ ഇങ്ങനെ വരുന്നു. നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാറുള്ള അതേ ഒരു പെർഫെക്ഷനിൽ തന്നെ നമുക്ക് ആ ഒരു ഫീൽ കിട്ടുന്ന രീതിയിലാണ് നമ്മുടെ റെഡിമെയ്ഡ്സ് വരാറ്. അതിൻ്റെ ഒരുപാട് ഫീഡ്ബാക്ക് നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത പ്രൊഡക്ഷനൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. പിന്നെ നമ്മൾ ഈ പ്രൊഡക്ഷൻ ഒരുപാട് ഡിലേ വരുന്നത് കൊണ്ടാണ് റെഡിമെയ്ഡ്സിലേക്ക് ഒരുപാട് ചെയ്യാത്തത്. ഇപ്പോഴും സാവകാശം ആവശ്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ജൂലൈ ഫസ്റ്റ് വീക്ക് തൊട്ടിട്ടാണ് ആദ്യത്തെ ബാച്ചിൻ്റെ പ്രൊഡക്ഷൻ കഴിയുമ്പോഴത്തേക്കാണ് ഇതാവുക. പിന്നെ നോക്കാം, നമ്മൾ വർക്ക് ഒന്ന് ഷെഡ്യൂൾ ചെയ്യുന്നതനുസരിച്ചിട്ട് ഓക്കെ ആവുന്നതനുസരിച്ച് ചെയ്യാം കേട്ടോ മാക്സിമം. അപ്പോൾ ഇതാ വരുന്നു സെക്കൻഡ് കളർ ഇങ്ങനെ വരുന്നു. വേറെ ചെയ്തിരിക്കുന്ന സൈസ് സെയിം XL സൈസ് തന്നെയാണ് വേറെ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുന്ന കുർത്തീസിനെ അപേക്ഷിച്ച് നമ്മൾ ഇൻഹൗസ് പ്രൊഡക്ഷൻ ആകുമ്പോൾ നമുക്ക് അതിനേക്കാൾ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അതാണ് നമ്മൾ രണ്ടും തമ്മിലെ വ്യത്യാസം വരുന്നത്. നമ്മൾ പുറമേ നിന്ന് കുർത്തീസ് കൊണ്ടുവന്നപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിരുന്നു നമുക്ക് സൈസ് ജസ്റ്റ് കറക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്, അതിൻ്റെതായ കുറച്ച് ഭാഗപ്പോൾ അതിനുണ്ടാവും. നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരുപാട് ഓൾട്ടറേഷൻസ് ഒക്കെ വരുത്തണമെങ്കിൽ തന്നെ കുറച്ച് തുമ്പൊക്കെ ഉണ്ടാവും. മെയിനായിട്ടുള്ള കാര്യം അതാണ് വരുന്നത്. അങ്ങനെയുണ്ട്. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സൈസ് ചാർട്ട് ഇതിന് ലാസ്റ്റ് ഞാൻ പിൻ ചെയ്തിടാം. അഥവാ മറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ അവർ സൈസ് ചാർട്ട് സെൻഡ് ചെയ്ത് തരും. പിന്നെ സ്ലൈറ്റ് വേരിയേഷൻ. പിന്നെ നമ്മൾ കൂടുതൽ നല്ല ഷേപ്പിൽ വെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ, ഇപ്പോൾ നമ്മൾ അധികം സ്വെറ്റ് ആയിരിക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ ഫ്രഷ് ആയി വന്ന ടൈമിൽ നമ്മൾ ബോഡിയിൽ കുറച്ചുകൂടെ വാട്ടർ കണ്ടൻറ്റുള്ള ടൈമിൽ അങ്ങനത്തെ കുറച്ച് ടൈറ്റ് ഫീൽ ചെയ്യും. നമ്മൾ വെയർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതൊരു ടിപ്പായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്.
അപ്പോൾ നമ്മൾ അത് തന്നെ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് ഒരു 5 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഫിറ്റിംഗ് കറക്റ്റ് ആവും. നല്ല ഷേപ്പിൽ വെയർ ചെയ്യുന്നവരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കംഫർട്ടബിൾ ആയിരിക്കും അത്. പിന്നെ കൂടുതൽ നല്ല ഷേപ്പിൽ വെയർ ചെയ്യാൻ ആവശ്യപ്പെടുന്നവർക്കാണെങ്കിൽ എപ്പോഴും ഇപ്പോൾ നമ്മൾ കസ്റ്റമൈസ് സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യത്തിൽ പറഞ്ഞാണ്, അതിലാണെങ്കിൽ നമ്മൾ ബാക്ക് സിബ് കൊടുക്കുക നല്ലത്. അപ്പോൾ ഇതിൽ നമുക്ക് പോസിബിൾ അല്ല, ഇത് നമ്മൾ കോളർ നെക്ക് പാറ്റേണിൽ ഇങ്ങനെ വരുന്നതാണ്. ഞാൻ അതിനൊരു ജനറൽ ടിപ്പായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മെയിനായിട്ട് നമ്മൾ റണ്ണിങ് മെറ്റീരിയലും ആ ഒരു സിസ്റ്റം അങ്ങനെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൽ വരുന്ന കസ്റ്റമേഴ്സ് അതുകൂടെ കണ്ടോളൂ കേട്ടോ അതിൽ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്തിട്ട് ഈ ഒരു മോഡലിൽ വേണമെങ്കിലും അങ്ങനെയൊക്കെ വേണമെങ്കിലും ചെയ്തു തരാൻ പറ്റും. ഇത് വരുന്നു, ഇത് നമ്മൾ ക്യാമ്പ്രിക് കോട്ടണിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് ഈ ഒരു ബോട്ടം സ്ലിറ്റഡ് പാറ്റേണിൽ വരുന്നു. 980 റുപ്പീസ്, 980 രൂപ. ലാസ്റ്റ് വരുന്നു നല്ലൊരു ബ്യൂട്ടിഫുൾ യെല്ലോ ഷെയ്ഡിൽ, ഇങ്ങനെ വരുന്നു. റെഡി ടു വെയർ ആയിട്ടുള്ള 2 പീസ് സെറ്റാണ് വരുന്നത്. ടോപ്പ് ആൻഡ് ബോട്ടം മെറ്റീരിയൽ ക്യാമ്പ്രിക് കോട്ടൺ, ടോപ്പിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സ്ലിറ്റഡ് പാറ്റേണിൽ വരുന്നു. ബോട്ടത്തിൽ റൈറ്റ് സൈഡിൽ പോക്കറ്റോട് കൂടി വരുന്ന എക്സൽ സൈസ്, ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ് എക്സൽ. ലെങ്ത്ത് വരുന്നത് 46, ബോട്ടത്തിൻ്റെ ലെങ്ത്ത് വരുന്നത് 40. അപ്പം മൈന്യൂട്ട് കസ്റ്റമൈസേഷനൊക്കെ പോസിബിൾ ആണ്. അത് ഞാൻ പറഞ്ഞ പോലെ ആദ്യം ഫസ്റ്റ് മെറ്റീരിയൽ കാണിച്ചപ്പോൾ, ഫസ്റ്റ് സെറ്റ് കാണിച്ചപ്പോൾ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് വേണ്ട ലെങ്ത്ത് പറയാം. ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ട് നമുക്കിപ്പോൾ ഇതിന് പോസിബിൾ അല്ല. അപ്പോൾ ഇതിൽ ഈ ഒരു പരിമിതികൾക്കുള്ളിൽ നിന്നിട്ട് പിന്നെ നിങ്ങൾക്ക് ഇനി റൗണ്ട് സ്ക്വയർ അങ്ങനെ നെക്ക് മാറ്റണമെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് പറ്റും. പിന്നീട് എന്നും നമുക്ക് പറ്റുമോ അറിയില്ല. ഞാൻ ഈ ഒരു ഇതിലും കൂടെ അവരുടെ അടുത്ത് പെർമിഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. കാരണം ക്യാൻവാസ് കട്ട് ചെയ്യുന്നത് പിന്നീടാണ് നെക്കിനേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് നെക്കിന് അളവ് എത്ര വേണം എന്നുള്ളത്, 6 ആണോ 6'5" അങ്ങനെ ഒരു എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് കൊടുക്കണം. നെക്കിൻ സൈസും ടോപ്പിന് ലെങ്ത്ത്. അപ്പോൾ ഇതിങ്ങനെ വരുന്നത്, ഇത് സ്ലീവ് 3/4 സ്ലീവാണ് വരുന്നത്. ബോട്ടത്തിൻ്റെ ലെങ്ത്തും കുറയ്ക്കണമെങ്കിൽ പറയണം. അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ സൈസ് എക്സൽ, പിന്നെ അതിൽ വേണ്ട ഈ കറക്റ്റ് മൈന്യൂട്ട് ചേഞ്ചസ് വേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് പറയണം കേട്ടോ. 980, 980 രൂപയാണ് വരുന്നത്. ഇത് ലാസ്റ്റ് കളർ ഇങ്ങനെ. അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായോ നമ്മുടെ പ്രൊഡക്ട്സ്? അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. നിങ്ങളുടെ കറക്റ്റ് സൈസ് ഏതാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ഓർഡർ ചെയ്യുക. അപ്പോൾ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉള്ള വീഡിയോസ് നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നും മിസ്സാവാതെ കാണുക. അപ്പോൾ അതിനൊക്കെ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കിട്ടുന്നു എന്നൊക്കെ ഉറപ്പ് വരുത്തുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും ഒരുപാട് വെറൈറ്റീസുമായി കാണാം എന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി.